വചനത്തിൽ ഇപ്രകാരം കൊടുത്തിരിക്കുന്നു, നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നൊരു കാലമുണ്ടെന്നാൽ കർത്താവായ ദൈവം നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങളൊരു അനുഗ്രഹമായി തീരും. ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ കടന്നു പോയാൽ കാണുവാൻ കഴിയും, ഇസ്രായേൽ ജനവും യഹൂദ ജനവും നശിച്ച് നാമാവിശേഷമായി പല അധികാരങ്ങളുടെ കൈകളിൽ പെട്ടുപോയൊരവസ്ഥയിൽ, യെരൂശലേം ദേവാലയം നശിച്ചു പോകുന്നൊരവസ്ഥയിൽ സകലതും നഷ്ടപ്പെട്ടു, സകല പ്രൊട്ടക്ഷനും ഇല്ലാതെയായി, ശാപമായി, ദുഃഖമായി, രോഗമായി നശിച്ചൊരവസ്ഥയിലേക്ക് ഇസ്രായേൽ ജനം പോയി. അടിമത്വത്തിലേക്ക് പല രാജാക്കന്മാരുടെ കരങ്ങളിലെ ആയുധമായി അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ മറന്ന് ജാതികളുടെ കയ്യിൽ അകപ്പെട്ടു പോയ ഇസ്രായേൽ ജനത്തെയും യഹൂദ ജനത്തെയും സെക്കരിയ പ്രവാചകന്റെ പ്രവചന പുസ്തകത്തിൽ കൂടെ കർത്താവായ ദൈവം അരുളപ്പാടായി പ്രവചനമായി അവർക്ക് കൈമാറുകയാണ്. നഷ്ടപ്പെട്ടു പോയ തലമുറകളെ ഇല്ലാതായി പോകുന്ന അവസ്ഥയിലേക്ക്, സകലതും ഇല്ലാതായ ഒരവസ്ഥയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവചനയാത്മാവിൽ പറയുകയാണ്, നിങ്ങൾ ഇതുവരെ ശാപമായോ, നിങ്ങൾ ഇതുവരെ നഷ്ടത്തിൻ്റെ അവസ്ഥയിലായിരുന്നു, നിങ്ങൾ ഇതുവരെ പാപത്തിൻ്റെ അവസ്ഥയിലായിരുന്നു, നിങ്ങൾ ഇതുവരെ സകലതും അവസാനിച്ചു, ഇനി മുമ്പോട്ടൊരു ജീവിതമില്ല, ഇനി എന്തായി തീരും, ഞങ്ങളുടെ ആത്മീക അവസ്ഥകൾ, ഞങ്ങളുടെ ഭൗതിക നന്മകൾ സകലതും അവസാനിച്ച ഒരു മേഖലയിൽ നിന്നുകൊണ്ട് ഭാരപ്പെട്ടു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവചനയാത്മാവിൽ സഖരിയ പ്രവാചകനിൽ കൂടെ പറയുകയാണ്, നിങ്ങൾ ഇതുവരെ ശാപമായി നിന്നോ, എന്നാൽ എൻ്റെ കർത്താവ് നിങ്ങളെ രക്ഷിക്കാൻ പോകുകയാണ്, നിങ്ങളെ ഒരു അനുഗ്രഹപാത്രമാക്കി മാറ്റാൻ പോകുകയാണ്.